ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പ് റെസിപ്പിയാണ്, ചിക്കൻ സൂപ്പ്. ഇപ്പോൾ മഴക്കാലത്തൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു സൂപ്പാണ്. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് കാണാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിലെ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനുടൻ നോട്ടിഫിക്കേഷൻസ് വരൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സൂപ്പ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ സൂപ്പ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ്. ഒരു നാടൻ രീതിയിലുള്ള ഒരു സൂപ്പാണ്. ഇതിൽ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള സാധനങ്ങൾ, സോസ് പോലുള്ള ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് കാണാം. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ സൂപ്പാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഇവിടെ ചിക്കൻ എല്ലോട് കൂടിയ പീസ്, ഒരു 8-10 പീസ് എല്ലോട് കൂടിയത്, കുറച്ച് എല്ലുകളുള്ളതും അല്ലാത്ത ഫ്ലഷ് ഉള്ളതുമായിട്ടുള്ള പീസുകൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുരുമുളക് പൊടി, മുഴുവൻ കുരുമുളക് പൊടിച്ചെടുത്തത് 1 ടേബിൾ സ്പൂൺ, പിന്നെ ഒരു 8-10 വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു ചെറിയ ഒരു സവാള, ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തു. ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അതിൽ വെളുത്തുള്ളി, സവാള, ചെറിയ കഷ്ണം ഇഞ്ചി, ഇഞ്ചിയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി. കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ 5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. നമുക്ക് ആവശ്യത്തിന് പിന്നെ വേണമെങ്കിൽ കൂടുതൽ ചേർത്തോളാം. ഇപ്പോൾ നമ്മൾ കുറച്ച് ചേർത്താൽ മതി. ഇനി അടച്ചു വെച്ച് വേവിക്കാം. വെജിറ്റബിൾസ് അരിഞ്ഞെടുക്കണം. ഞാൻ ഒരു ചെറിയ ക്യാരറ്റ്, ഒരു ചെറിയ പൊട്ടറ്റോ, ഒരു ചെറിയ കഷ്ണം ക്യാബേജ്, പിന്നെ ഒരു 1-2 ബീൻസ് കൂടെ എടുത്തിട്ടുണ്ട്. ചെറുതായി നമുക്ക് അരിഞ്ഞെടുക്കാം. ഒരു 1-2 ബീൻസ് ഇത്രയും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അരിഞ്ഞെടുത്ത വെജിറ്റബിൾസ് കൂടെ നമുക്ക് ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ചിക്കൻ അടുപ്പിൽ വെച്ചിട്ട് ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസ് കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് വീണ്ടും അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ ചിക്കൻ വേവാൻ തുടങ്ങിയിട്ട് ഒരു 15 മിനിറ്റായി. ഇപ്പോൾ ഞാൻ ഈ വെജിറ്റബിൾസ് കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിൽ നിന്ന് ചിക്കൻ പീസസിനെ മാത്രം എടുത്ത് മാറ്റാം. അപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് മാറ്റണം. നമ്മുടെ വെജിറ്റബിൾസും നന്നായി വെന്ത് വരണം. ഇനി നമുക്ക് നമ്മൾ
ചിക്കൻ പീസസ് എടുത്ത് മാറ്റി അതിനെ പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കോൺഫ്ലവർ ഇതുപോലെ വെള്ളത്തിൽ കലക്കിയെടുത്തത് ഇത് ഒഴിച്ച് കൊടുക്കാം. ഇനി ഒരു മുട്ട നല്ലപോലെ ബീറ്റ് ചെയ്തത് ഒഴിച്ച് കൊടുക്കാം. കുറച്ചായി കോൺഫ്ലോർ കലക്കിയതും മുട്ട ബീറ്റ് ചെയ്തതും ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് അവസാനമായിട്ട് നമ്മൾ റെഡിയാക്കിയ ചിക്കൻ പിച്ചിയെടുത്തത് അതുകൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ അവസാനമായിട്ട് ആ ചിക്കൻ പിച്ചിയെടുത്തതും കൂടെ ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ കട്ടി വന്ന് നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കാം. ലൂസായിട്ടാണ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അവസാനം മല്ലിയിലയും കൂടെ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സൂപ്പ് ഇവിടെ റെഡിയായി. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.